ഇത്രയും കാലം ചിലപ്പോൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാകില്ല. പരീക്ഷ വളരെ അടുത്തു. അച്ഛനമ്മമാർ ടീച്ചേഴ്സൊക്കെ ഈ കുട്ടിയുടെ അടുത്ത് നീ എടുക്കണമെന്ന് പറഞ്ഞാൽ അവൻ്റെ ബോധ മനസ്സിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ അവൻ പറയും പിന്നെ അതെങ്ങനെയാണ് സാധിക്കുക. വളരെ വ്യക്തമായിട്ട് നമ്മളുടെ ഉപബോധ മനസ്സിനെ വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും നേടാനായിട്ട് സാധിക്കും. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് വെരി സ്ലോലി. നമസ്കാരം. ഇന്ന് ആരോഗ്യ വിചാരത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ ബ്രെൽവിയാണ്. ഇദ്ദേഹം എറണാകുളം പനമ്പള്ളി നഗറിൽ ടോക്കിംഗ് ക്യൂർ എന്ന് പറയുന്ന ഒരു കൗൺസിലിംഗ് സെൻറ്റർ നടത്തുകയാണ്. ഒപ്പം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ 2 വർഷത്തിലേറെയായി ക്ലിനിക്കൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങൾ നമുക്ക് ഇദ്ദേഹത്തോട് പങ്കുവയ്ക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. മനസ്സെന്ന് പറയുന്നത് ഏറെ സങ്കീർണതകൾ നിറഞ്ഞ ഒരു വിഷയം തന്നെയാണല്ലേ. ഡോക്ടർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഇത്രയും ഉണ്ടാവും പറയാനായിട്ട്. അപ്പം നമുക്ക് എന്താണ് മനസ്സ്? എല്ലാവരും പറയും മനസ്സ്, പക്ഷെ മനസ്സ് എവിടെയാണെന്ന് നമുക്കറിയില്ല. എന്നാൽ പക്ഷെ മനസ്സുണ്ട് താനും. അപ്പം മനസ്സ് എന്ന് പറയുന്ന ആ ഒരു വിഷയത്തെ പറ്റി നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് മനസ്സിനെ എങ്ങനെയൊക്കെ നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റും? മനസ്സിന് എത്ര തലം ഉണ്ടെന്ന് അറിയാം. മനസ്സിന് ഒരുപാട് തലങ്ങളുണ്ട്. വളരെ ജനറലായിട്ട് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുമ്പോൾ ബോധ മനസ്സും ഉപബോധ മനസ്സും. അതെ, ബോധ മനസ്സുണ്ട്, ഉപബോധ മനസ്സുമുണ്ട്. ഇപ്പോൾ വിദ്യ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിദ്യ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം തന്നെ വിദ്യ വേറൊരു മനസ്സിൽ അല്ലെങ്കിൽ ഉള്ളിലിരുന്നുകൊണ്ട് വേറെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അല്ലേ. അതിന് നമുക്ക് വളരെ ലളിതമായിട്ട് പറയാം, അതാണ് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉണർന്നിരിക്കുമ്പോഴാണ് ശരിക്കും നമ്മളുടെ ബോധ മനസ്സ് ഉണ്ടാകുകയുള്ളൂ. ഒരാൾ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ അയാളുടെ ബോധ മനസ്സ് പ്രവർത്തിക്കില്ല. പക്ഷേ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒന്നാണ് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. ഈ ഉപബോധ മനസ്സിന് ഒരുപാട് കഴിവുകളുണ്ട്. ഇപ്പോൾ ജോസഫ് മർഫി എന്ന് പറയുന്ന ആളുടെ പുസ്തകത്തിൽ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് നമ്മളുടെ ഉപബോധ മനസ്സിനെ വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും നേടാനായിട്ട് സാധിക്കും. ഇതിന് വളരെയധികം പ്രത്യേകത, പല ആളുകൾക്ക് ഇതിനെപ്പറ്റി ഇപ്പോൾ അറിവുണ്ട്, പല ആളുകളും ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ അവരുടെ പഠനത്തിലെല്ലാം വളരെ മികവ് തെളിയിക്കാനായിട്ട് ഈ ഉപബോധ മനസ്സിൻ്റെ ശക്തി അവർക്ക് പറഞ്ഞു കൊടുത്താൽ ഉപകാരപ്രദമായിരിക്കും. ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സാം ടൈമൊക്കെയാണ്, ക്രിസ്മസിൻ്റെ ടൈമാണ്, അപ്പോൾ എക്സാം ടൈമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി എങ്ങനെയാണ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ എന്താണ് അവരുടെ ജീവിതചര്യയിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുത്തേണ്ട മാറ്റങ്ങളെന്നൊന്ന് പറഞ്ഞു തരാമോ? എക്സാം ടൈമിൽ ഇപ്പോൾ കുട്ടികൾ ഫേസ് ചെയ്യുന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ് അല്ലേ. അതെ, സ്ട്രെസ്സ് 2 തരം സ്ട്രെസ്സാണുള്ളത്. പോസിറ്റീവ് സ്ട്രെസ്സും ഉണ്ട്, നെഗറ്റീവ് സ്ട്രെസ്സും ഉണ്ട്. പോസിറ്റീവ് സ്ട്രെസ്സ് വളരെ നല്ലതാണ്. സ്ട്രെസ് എന്ന് പറയും, EUSTRESS. അത് പോസിറ്റീവ് സ്ട്രെസ് നല്ലതാണ്. ഇപ്പോൾ പരീക്ഷയ്ക്ക് 1 മാസം മുൻപ് അല്ലെങ്കിൽ 2 മാസം മുൻപ് എനിക്ക് 2 മാസത്തിന് ശേഷം പരീക്ഷ എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്നൊരു പോസിറ്റീവ് സ്ട്രെസ് നല്ലതാണ്. ആ പോസിറ്റീവ് സ്ട്രെസ് ഉണ്ടെങ്കിൽ ആ സമയത്തിനുള്ളിൽ അവന് പഠിക്കേണ്ട കാര്യങ്ങൾ മുഴുവനും പഠിക്കാനും പരീക്ഷ എഴുതാനായിട്ട് മാനസികമായിട്ട് തയ്യാറെടുക്കാനായിട്ട് പറ്റും. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പലരും ഡിസ്ട്രെസ്സിലേക്കായി പോകുന്നു. ഒരുപക്ഷെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇത്രയും കാലം ചിലപ്പോൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാകില്ല. പരീക്ഷ വളരെ അടുത്തു. അപ്പോൾ ആ സമയത്ത് പല കുട്ടികൾക്കും അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ, നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ അത് ഡിസ്ട്രെസ്സിലേക്ക് വരുമ്പോൾ ആങ്സൈറ്റി ആകുന്നു. അത്തരം സന്ദർഭങ്ങളിൽ പിന്നെ അവർ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാലും അവർക്കൊന്നും പഠിച്ച കാര്യം കയറില്ല എന്നുള്ളൊരവസ്ഥ വരും. അപ്പോൾ മനസ്സിനെ ശാന്തമാക്കാൻ പഠിക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് പഠിപ്പിക്കാം. മനസ്സിനെ ശാന്തമാക്കുന്ന ഒരവസ്ഥയിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഉപബോധ മനസ്സിൻ്റെ കഴിവ് കൂട്ടിയെടുക്കാനും സാധിക്കും. സാർ, ഇപ്പോൾ ഇതിന് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സേവനം തന്നെ വേണമെന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വീടുകളിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണോ അത്? വീടുകളിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്തേ. പക്ഷേ വ്യക്തമായിട്ട് നമ്മൾ ഞാൻ എടുത്ത് ചോദിക്കാനുള്ള കാരണം മനസ്സാണ്. അത് വളരെ വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒന്നായതുകൊണ്ടാണ് വീടുകളിൽ ഒറ്റയ്ക്ക് ചെയ്യാമോ എന്ന് എടുത്ത് ചോദിച്ചത്. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ വളരെ ലളിതമായിട്ട് എനിക്കത് പറഞ്ഞുതരാൻ പറ്റും എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ നമ്മൾക്കറിയാം നമ്മളുടെ ബോധമനസ്സ് എന്ന് പറയുന്നത് ഭയങ്കര ക്രിട്ടിക്കൽ മൈൻഡാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് പരീക്ഷാകാലം എത്തുമ്പോഴേക്കും കുറേ കുട്ടികളും പാരൻസും വളരെയധികം ആകാംക്ഷയോട് വരും. എന്തെങ്കിലും അവരുടെ കുട്ടിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് പലപ്പോഴും നമ്മുടെ എറണാകുളത്തുള്ള പല പ്രമുഖ സ്കൂളുകളിലുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മിനിമം ഇത്ര ശതമാനം മാർക്കുള്ള കുട്ടികളെ അവർ പ്രൊമോഷൻ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ആ കുട്ടികൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് കുറയുകയോ തോറ്റുപോവുകയോ ചെയ്തതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ അവരെന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അവർക്കൊരു റീടെസ്റ്റ് നടത്തും. അതിനവർക്ക് മാർക്ക് ഇത്ര ശതമാനം ഉണ്ടെങ്കിൽ അവർക്ക് അത് പ്രൊമോഷൻ ആവുകയുള്ളൂ. ഈസിയായിട്ട് നമുക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് അനുഭവമുള്ളതാണ്.
അത്തരം കേസുകളിൽ ഞാൻ ഈ ചെയ്യുന്നത് അവരുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ എവിടെ പോയി വീഴും? ഉപബോധ മനസ്സിൽ ചെന്ന് വീഴും. എൻ്റെ ഉപബോധ മനസ്സിൽ എന്തെല്ലാം പോസിറ്റീവ് ചിന്തകളുണ്ടോ അതിൻ്റെ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യും, എൻ്റെ സ്വഭാവത്തിൽ എൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഉപബോധ മനസ്സിൽ എന്തെങ്കിലും അഴുക്ക് അല്ലെങ്കിൽ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം? ക്ലീൻ ചെയ്ത് കൊടുക്കുക, വൃത്തിയാക്കി കൊടുക്കുക, അതവരെ പഠിപ്പിക്കുക. അതിനെ വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന എന്താ? ശ്വാസം നമ്മൾ അകത്തേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ടേക്ക് എ ഡീപ് ബ്രെത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് വെരി സ്ലോലി. അപ്പോൾ ഓരോ തവണ ഇങ്ങനെ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോഴും അവർ വിശ്വസിക്കുക, പ്രകൃതിയിൽ വിശ്വസിക്കുക. ചില ആളുകൾ ഈശ്വരനിലായിരിക്കും കൂടുതലായിട്ട് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ആ ഒരു ഗോൾഡൻ കളർ ലൈറ്റ് നമ്മുടെ മൂക്കിലൂടെ കടന്ന് ശ്വാസകോശത്തിലൂടെ കടന്ന് ശരീരത്തിലെ എല്ലാ ആന്തരിക അവയവങ്ങളിലും തട്ടി അവയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതൊക്കെ ഹീൽ ചെയ്യപ്പെടും. അങ്ങനെ കൂടി നമ്മൾ വിശ്വസിക്കുക. ഈ വിശ്വാസം 100% എന്ന് മാത്രം. കണ്ണുകളടച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. ഒപ്പം മനസ്സിൻ്റെ അടിത്തട്ടിലുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളും, ദേഷ്യം, വൈരാഗ്യം, നിരാശ, അസ്വസ്ഥത, പിന്നെന്താ അവനവൻ്റെ കർത്തവ്യം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള തോന്നൽ, കുറ്റബോധം, എന്തെല്ലാം നെഗറ്റീവ്സ് ഉണ്ടോ അതെല്ലാം ഈ ഡിവൈൻ എനർജി അല്ലെങ്കിൽ ഈ ഗോൾഡൻ കളർ ലൈറ്റ് പ്രകൃതിയിൽ നിന്ന് വരുന്നത് അകത്തി എന്നിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്യുന്നു. നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴോ ഇതെല്ലാം പുറത്തേക്ക് പോകുന്നു എന്നുള്ളത്, തറയിലേക്ക് വന്ന് വീഴുന്നു എന്നുള്ളത് വിഷ്വലൈസ് ചെയ്യുക, കാണുക ചിത്രങ്ങളായിട്ട് കാണുക എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ചിത്രങ്ങളാണ്. ഇപ്പോൾ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ ആ ചിത്രം ഞാൻ വളരെ 100% വിശ്വസിച്ചുകൊണ്ട്. ഓ, അത് ശരിയാണ്. നമ്മൾ എന്തെങ്കിലും ഈ പറയുന്ന പോലെ ഉള്ളിൽ ചിന്തിക്കുമ്പോൾ നമ്മളെ പിക്ചറൈസേഷൻ ആണ് എപ്പോഴും വരിക അല്ലേ? അതെ, ആ പിക്ചറൈസേഷൻ വളരെ കാര്യക്ഷമമായിട്ട് ഇപ്പോൾ പരീക്ഷയ്ക്ക് എനിക്ക് 90% മാർക്ക് അല്ലെങ്കിൽ 95% മാർക്ക് എനിക്ക് കിട്ടിയതായിട്ട് ഞാൻ ഇപ്പോഴേ തീരുമാനിച്ച് ഉറപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജീവിതം നടന്നിരിക്കും. മുഹമ്മദ് അലി എന്ന് പറയുന്ന ബോക്സിംഗ് ചാമ്പ്യൻ ഉണ്ട്. അദ്ദേഹം ചാമ്പ്യൻ ആകുന്നതിന് മുമ്പ് തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ അദ്ദേഹം പറയുന്നത് ഐ ആം ദ കിങ്, ഐ ആം ദ ചാമ്പ്യൻ, ഐ ആം ദ കിങ്, ഐ ആം ദ ചാമ്പ്യൻ. അയാൾ തീരുമാനിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞു പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അദ്ദേഹം പറയുമ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിലേക്ക് കടന്നു ചെല്ലുക. അപ്പോൾ ഒരു കുട്ടിയുടെ അടുത്ത് നീ മിടുക്കനാണ്, നിനക്ക് നല്ല ബുദ്ധിയുണ്ട്, നന്നായി പഠിക്കാൻ സാധിക്കും, പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുമെന്ന് ആവർത്തിച്ച് അച്ഛനും അമ്മയും അവന് ചുറ്റുമുള്ള ആൾക്കാർ നിരന്തരമായിട്ട് അവന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ആത്മവിശ്വാസം കൂടും. അവൻ പോലും അറിയാതെ അവൻ ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ശ്വാസം അകത്തേക്ക് എടുത്ത് പുറത്തേക്ക് വിടുക എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സും, അതായത് അടിത്തട്ടിലുള്ള മനസ്സ് ക്ലീനായെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കിടന്ന് ചെയ്യാൻ നമുക്കിത് വേണമെങ്കിൽ. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ശരീരത്തിലെ ഓരോ ഭാഗവും, കാൽപാദം മുതൽ ശിരസ് വരെയുള്ള ഓരോ ഭാഗവും റിലാക്സ്ഡ് ആക്കണം. അപ്പോൾ റിലാക്സ്ഡ് ആക്കി നമ്മൾ എന്ത് ചെയ്യും? ആരെങ്കിലും പുറത്തുനിന്ന് നമ്മൾ വിളിച്ചു വരേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ മസിലുകളും വോളണ്ടറി മസിൽസാണ്. സ്വയം റിലാക്സ് ആകാൻ കഴിവുള്ള മസിലുകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പോൾ നമ്മുടെ മനസ്സൊന്ന് സ്കാൻ ചെയ്യുന്ന പോലെ ആ ഭാഗത്തേക്ക് എന്നാൽ മതി. കാൽപാദങ്ങളിലേക്ക് ഇല്ലുക, ആ ഭാഗത്ത് എല്ലാ മസിലുകളും റിലാക്സ്ഡ് ആകുന്നു. ഇങ്ങനെ കാൽപാദം മുതൽ ഓരോ ഭാഗത്തും ഇങ്ങനെ, പ്രത്യേകിച്ച് ഗൈഡഡ് മെഡിറ്റേഷൻ പോലെ ഒക്കെ ആണെങ്കിൽ ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, അതൊക്കെയാണ് കൗൺസിലിംഗ് സെൻറ്ററിൽ വരുമ്പോഴുള്ളൊരു ഗുണം. പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുന്നു. ഇതറിയാവുന്ന അച്ഛനമ്മമാരുണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. എന്നിട്ട് ആ ശിരസ് വരെയുള്ള ഭാഗം പൂർണ്ണമായിട്ട് റിലാക്സ്ഡ് ആകുമ്പോൾ നമ്മൾക്ക് കോൺഷ്യസ് മൈൻഡ്, നമ്മളുടെ ബോധ മനസ്സ് ഏകദേശം അതിൻ്റെ പ്രഭാവം കുറയും. സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആകും. അവിടേക്ക് എത്ര പോസിറ്റീവ് ആണെങ്കിൽ പറഞ്ഞു. ഞാൻ ഇന്ന് തുടങ്ങി എനിക്ക് പഠിക്കാനായിട്ടുള്ള താല്പര്യം വർദ്ധിച്ചു വരുന്നു. എൻ്റെ ആത്മവിശ്വാസം കൂടുന്നു. പരീക്ഷ ഹാളിൽ പോകുന്ന അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴേ എനിക്ക് ആത്മവിശ്വാസം കൂടുന്നു. ഞാൻ പഠിച്ച ഭാഗത്ത് മാത്രമേ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുക. അല്ലെങ്കിൽ എൻ്റെ വിജയത്തിൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ സന്തോഷിക്കുന്നത് എനിക്ക് കാണാം. ചുറ്റുമുള്ളവരെന്നെ പ്രശംസിക്കുന്നു. ഇതൊക്കെ അവൻ വിഷ്വലൈസ് ചെയ്യുകയാണ്. പഠിക്കുന്ന സമയത്ത് അവൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ടേബിളിൻ്റെ മുൻപിലുള്ള മതിലൊന്ന് ഒട്ടിച്ച് വയ്ക്കുക. എന്നിട്ട് അവൻ ആരായിത്തീരണം എന്നുള്ള അവിടെ താഴെ എഴുതി വയ്ക്കുക. സ്ഥിരമായിട്ട് ഇത് കാണുമ്പോൾ ഈ ചിത്രം എവിടെ ചെല്ലണേ? സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, ഉപബോധ മനസ്സിലേക്ക് ചെല്ലും. അത് അവരെ കൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഊർജ്ജം ഉണ്ടാക്കും, താല്പര്യം വർദ്ധിപ്പിക്കും. ഇതൊക്കെ ചെയ്യാവുന്നേ. ഇത് ദിവസവും പ്രാക്ടീസ് ചെയ്താലുള്ള ഗുണം എന്താ? ഇത് സ്ഥിരമായിട്ട് ഉള്ളിൽ കിടക്കും എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പുല്ല് പിടിച്ച് കാട് പിടിച്ച് നടക്കുന്ന ഒരു വഴിയിലൂടെ നമ്മളിങ്ങനെ 10 ദിവസം അടുപ്പിച്ച് നടക്കുമ്പോൾ അവിടെ ഒരു പാത്ത് വേ ഫോം ചെയ്യുന്ന പോലെ, ഒരു വഴി രൂപപ്പെടുന്ന പോലെ നമ്മൾക്കവിടെ നമ്മളുടെ തലച്ചോറിൽ ഒരു ന്യൂറൽ പാത്ത് വേ ഉണ്ടാവും. അപ്പോൾ മനസ്സിനെ ശാന്തമാക്കാനും കൂടി ഇതിനകത്ത് നമ്മൾ പഠിക്കുകയാണ്. കാരണം നമ്മളൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ, ഒരു ബഹളത്തിൽ അല്ലെങ്കിൽ ആകെപ്പാടെ ബഹളം, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പ്രവർത്തിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനിലെ വൈബ്രേഷൻ എന്ന് പറയുന്ന ബീറ്റയിലായിരിക്കുള്ളൂ.
അതിനെ നമ്മൾ ആൽഫയിലെത്തിക്കുക. ഈ ആൽഫയിലെത്തിക്കുക എന്നുള്ളത് നമ്മുടെ ശരീരവും മനസ്സും ശാന്തമാക്കുന്ന അവസ്ഥയിൽ അതാണ്. ആ സമയത്ത് ആ കുട്ടി പോയി പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവന് പഠിക്കാൻ സാധിക്കും. അപ്പോൾ എന്തിനും ഇങ്ങനെ ഒരു ഉറങ്ങുന്നൊരവസ്ഥ എത്തിക്കുക എന്നുള്ളതിന് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ ബോധ മനസ്സെന്താ വളരെ ലോജിക്കൽ ബെൻഡുള്ള മൈൻഡാണ്. അതായത് ഒരാഴ്ച മുൻപ് പരീക്ഷ നടത്തിയപ്പോൾ എനിക്ക് ഇത്രയും മാർക്കേ കിട്ടിയുള്ളൂ, ഒരാഴ്ച കഴിയുമ്പോൾ ഇനി വീണ്ടും പരീക്ഷ നടത്തുമ്പോൾ എനിക്ക് 90% മാർക്ക് കിട്ടുമെന്ന് ഒരു കുട്ടി എങ്ങനെ വിശ്വസിക്കും? അവൻ്റെ ബോധ മനസ്സ് ലോജിക്കുള്ളതുകൊണ്ട് കാര്യകാരണ സഹിതം മാത്രമേ അത് വിശ്വസിക്കുകയുള്ളൂ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യില്ല, ആ സമയത്ത് അത് വിശ്വസിക്കില്ല. അപ്പോൾ സാധാരണ അച്ഛനമ്മമാരെ ടീച്ചേഴ്സൊക്കെ ഈ കുട്ടിയുടെ അടുത്ത് നീ എടുക്കണമെന്ന് പറഞ്ഞാൽ അവൻ്റെ ബോധ മനസ്സിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ അവൻ പറയും പിന്നെ അതെങ്ങനെയാണ് സാധിക്കുക? അതേസമയം ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ അവൻ നിന്നുകൊണ്ട് അവൻ സ്വയം പറയുകയോ അല്ലെങ്കിൽ ആരാണോ ഇത് ചെയ്യിക്കുന്നത് അവർ നിരന്തരമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ അവനിലേക്ക് അവൻ പോലും അറിയാതെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കാര്യങ്ങൾ എത്തുകയും അതവന് ജീവിതത്തിലെല്ലാം നേടിക്കൊടുക്കാൻ സാധിക്കും.